ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മുടെ ഓണപ്പരീക്ഷ എത്തിയിരിക്കുന്നു. താനെന്തുവാ ഈ പറയുന്നത്? ഇനിയും ഓണപ്പരീക്ഷയ്ക്ക് ഒരു മാസമില്ലേ? ഇപ്പോൾ തന്നെ എന്തിനാ ഓണപ്പരീക്ഷ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പേടിപ്പിക്കുന്നതെന്നായിരിക്കും പലരുടെയും മനസ്സിലുണ്ടാവുക. മക്കളെ, നിങ്ങൾ സ്കൂൾ തുറന്ന മൊമെൻറ്റും ഇതും തമ്മിൽ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കടാ. നിങ്ങൾ സ്കൂളിലോട്ടൊന്ന് പോയി തുടങ്ങുമ്പോഴേക്കും ഓൾമോസ്റ്റ് നമ്മുടെ ഒരു മാസ കാലയളവ് കഴിഞ്ഞു, 1.5 മാസമൊക്കെ ആവാറായിരിക്കുന്നു. സോ അത്ര പെട്ടെന്നാണ് നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇനി ഓണപ്പരീക്ഷയ്ക്ക് ഏകദേശം ഒരു മാസം കൂടിയേ ഉള്ളൂ. സോ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഈ ഒരു മാസം പോയി തീരും. സോ അതിനുശേഷം നിങ്ങൾ ആദ്യമായി +2 അപ്രോച്ച് ചെയ്യാൻ പോകുന്ന പരീക്ഷയിലോട്ട് നിങ്ങൾ നടന്നെടുക്കുകയാണ്. ഓണപ്പരീക്ഷയല്ലേ, അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണോ എന്നായിരിക്കും അടുത്തൊരു സംശയം. മക്കളെ, +1 നടന്ന പോലൊരു പരീക്ഷയാവണമെന്നില്ല +2 ഉണ്ടാവുന്നത്. +2 ഒരു പ്രോപ്പർ ടൈം ടേബിളോട് കൂടിയ കൃത്യമായ ഓണം എക്സാമാണ് നിങ്ങളെ കാത്തിരിപ്പുള്ളത്. സോ അതിന് അത്യാവശ്യം പ്രാധാന്യം നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ് ഓണപ്പരീക്ഷയുടെ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന കാര്യം നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ, നിങ്ങൾ +2 ഒന്ന് അഡാപ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കുമാണ് ഈ ഒരു പരീക്ഷ നടക്കാൻ പോകുന്നത്. ഈ പരീക്ഷയിൽ ഉൾക്കൊള്ളുന്ന ചാപ്റ്റേഴ്സിൻ്റെ എണ്ണവും വളരെ പ്രധാനപ്പെട്ടതാണ്. എറൗണ്ട് നിങ്ങളുടെ ഹോൾ സിലബസിൻ്റെ ഒരു 30% ചാപ്റ്റേഴ്സ് ഈ കാണുന്ന ഓണപ്പരീക്ഷയിൽ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഫിസിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഫിസിക്സിനകത്ത് 14 ചാപ്റ്റേഴ്സാണുള്ളത്. അതിനകത്ത് 4 ചാപ്റ്റേഴ്സ് ഓണപ്പരീക്ഷയ്ക്ക് നിങ്ങൾക്കുണ്ടായിരിക്കും. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, കറണ്ട് ഇലക്ട്രിസിറ്റി, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദ്യങ്ങൾ നിങ്ങളുടെ ഓണപ്പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. 4 ചാപ്റ്റർ പഠിച്ചാൽ പോരെ എന്നായിരിക്കും അടുത്തൊരു കൺസേൺ, റൈറ്റ്? മക്കളെ, നിങ്ങൾ ആത്മാർത്ഥമായി തന്നെ ആലോചിച്ച് നോക്കണം. നിങ്ങളോട് തന്നെ ചോദിക്കടാ, നിങ്ങൾ എത്ര ചാപ്റ്റേഴ്സ് ഈ 1.5 മാസം കൊണ്ട് +2 ഫിസിക്സിൽ ഈ മൊമെൻറ്റിൽ പഠിച്ച് കോൺഫിഡൻ്റ് ആയിരിക്കുന്നു? പലരും കൈമലർത്തുന്ന മൊമെൻ്റ് ആയിരിക്കുമല്ലോ, ശരിയല്ലേ? ഞാൻ എന്തൊക്കെയൊക്കെയോ പഠിച്ചിട്ടുണ്ട്, പക്ഷെ കൃത്യമായി പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടില്ല. കൃത്യമായി ഓരോ ചാപ്റ്ററിൻ്റെ കോൺസെപ്റ്റും സ്ട്രോങ് ആണെന്ന് ചോദിച്ചാൽ പലർക്കുമില്ല. എത്രത്തോളം PYQസും NCERT ക്വസ്റ്റ്യൻസും നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്? ഇതൊക്കെ ഒരു വലിയൊരു ചോദ്യചിഹ്നമായി നിങ്ങളുടെ മനസ്സിനകത്തുണ്ട്. സോ അതെല്ലാം തീർക്കാനുള്ള, കൃത്യമായി പഠിക്കാനുള്ള മൊമെൻ്റാണിതെന്ന് പറയുന്നത്. പിന്നെ 4 ചാപ്റ്റേഴ്സേ ഉള്ളൂ എന്ന് സമാധാനിക്കുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വാലിഡ് ആയ ഒരു പോയിന്റ് ഉണ്ട്. അതെന്താണ്? അതിലോട്ട് നമുക്ക് കിടക്കാം. അതായത്, ഒരു ക്രിസ്മസ് എക്സാമോ, ഒരു മോഡൽ എക്സാമോ, ഒരു ബോർഡ് എക്സാമോ ആണെങ്കിൽ ഈ കാണുന്ന മുഴുവൻ ചാപ്റ്റേഴ്സിൽ നിന്ന്, അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാം ആണെങ്കിൽ ഒരു 90% ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദ്യങ്ങളുണ്ടായിരിക്കും. സോ അതിനാൽ തന്നെ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും കൃത്യമായ വെയിറ്റേജ് അനുസരിച്ചുള്ള ചോദ്യങ്ങളാണ് വരാറുള്ളത്. സോ അങ്ങനെ ഈ പറയുന്ന മേജർ എക്സാംസിനൊക്കെ കൂടുതലായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓറിയൻറ്റഡ് ആയ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കാണപ്പെടാറുള്ളത്. സോ അതൊക്കെ ക്രാക്ക് ചെയ്യാൻ അത്യാവശ്യം എളുപ്പമാണ് കമ്പാരിറ്റീവ് ടു ഓണം എക്സാം. ഓണം എക്സാമിൻ്റെ ചോദ്യങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു വെച്ചാൽ, ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്നുമാണ് 60 മാർക്കിൻ്റെ ചോദ്യം നിങ്ങളെ കാത്തിരിപ്പുള്ളത്. 4 ചാപ്റ്റേഴ്സിൽ നിന്നുമാണ് 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതായത് ഒരു ചാപ്റ്ററിൽ നിന്ന് 15 മാർക്ക് അല്ലെങ്കിൽ അതിന് മുകളിൽ ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. 15 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്ററിലുള്ള മുഴുവൻ കോൺസെപ്റ്റും പഠിച്ചൊരു കുട്ടിക്ക് മാത്രമേ അതിൽ നിന്ന് ഏതു തരത്തിൽ ചോദ്യം വന്നാലും ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സാധാരണ ഒരു ചോദ്യമാണെങ്കിൽ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഉറപ്പായും വീസ്റ്റം ബ്രിഡ്ജിൻ്റെ ആ കംപ്ലീറ്റ് ഡയഗ്രാമും അതിൻ്റെ കൃത്യമായ ഡെറിവേഷനും വരും. ഇത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഏറ്റവും വലിയ മാർക്കിന് ചോദ്യം ചോദിക്കുന്നത് അത് മാത്രമാണ്. അത് നമുക്കൊരു ബോർഡ് എക്സാമിനോ, നമ്മുടെ മോഡൽ എക്സാമിനോ, ക്രിസ്മസ് എക്സാമിനോ അത് ഉറപ്പിക്കാം. പക്ഷേ ഓണപ്പരീക്ഷ വന്നാൽ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് അതുമാത്രമല്ല ചോദിക്കുക. ഏകദേശം 10-12 മാർക്കിന് ചോദ്യം വരുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത റീജിയണിൽസ് കൂടി ഈ പറയുന്ന ഓണപ്പരീക്ഷയിൽ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾ നിസ്സാരമാണ്, ഇത് പഠിക്കണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ പോർഷൻസ് കൂടി ഓണം പരീക്ഷയിൽ ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ വലിയ ശ്രദ്ധയോടുകൂടി തന്നെ ഈ 4 ചാപ്റ്റേഴ്സിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു, റൈറ്റ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ, നമ്മുടെയൊക്കെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ ചുമ്മാ തള്ളാൻ വേണ്ടി പറയുകയല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കഴിഞ്ഞ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവരെ വലപ്പിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിച്ചുള്ള സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ അത് ഫിസിക്സും കെമിസ്ട്രിയും തന്നെയാണ്. സോ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നിങ്ങളുടെ സീനിയേഴ്സിന് വന്നത്. സോ സിമിലർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. ഇതും നിങ്ങളെ ഭയപ്പെടുത്താൻ പറയുന്നതല്ല. ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പ്രകാരം തന്നെ എറൗണ്ട് ഒരു 30% ക്വസ്റ്റ്യൻസ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് കൂടിയവ തന്നെ ആയിരിക്കും എന്നവർ മുൻകൂറായി പറഞ്ഞിട്ടുണ്ട്. സോ ആ ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. അത് ഓണപ്പരീക്ഷയാണെങ്കിലും, ക്രിസ്മസ് പരീക്ഷയാണെങ്കിലും, മോഡലാണെങ്കിലും, പബ്ലിക് ആണെങ്കിലും അത് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് വേണം പരീക്ഷ എഴുതാൻ. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ
നിങ്ങൾ ഓരോ പരീക്ഷയിലും എത്രത്തോളം നന്നായി പെർഫോം ചെയ്യുന്നു എന്നത് നിങ്ങളുടെ CE മാർക്കിനെ കൂടി എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ ക്ലാസ്സിൽ ബെറ്റർ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ CE മാർക്ക് കൂടി കുറച്ചുകൂടി നന്നാവാനുള്ള സാധ്യത കൂടുകയാണ്. സോ ഓണപ്പരീക്ഷയ്ക്ക് ഏറ്റവും മികച്ച മാർക്ക് നേടേണ്ടത് അനിവാര്യതയാണ്, ആവശ്യമാണ്. റൈറ്റ്, അതിന് ഞങ്ങൾ എന്തു ചെയ്യണം? ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടി യോജിപ്പിക്കാം, ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓണപ്പരീക്ഷയിൽ ഈ 4 ചാപ്റ്റേഴ്സ് ഫിസിക്സിനെ സംബന്ധിച്ച് കൃത്യമായി പഠിക്കുക, കോൺസെപ്റ്റ് സ്ട്രോങ് ആക്കുക, അവസാനത്തെ ഒരു 7 വർഷത്തെ PYQs കൃത്യമായിരുന്നു പഠിക്കുക. PYQs എന്ന് പറഞ്ഞാൽ പലരും ബോർഡ് എക്സാം ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കും. അങ്ങനെയല്ല, ഓണപ്പരീക്ഷയുടെ ക്വസ്റ്റ്യൻസും ക്രിസ്മസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻസും മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും. സോ ഒരു വർഷം 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 7 എന്ന് പറഞ്ഞാൽ 7 × 4 28 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ എങ്കിൽ മാത്രമേ PYQ കംപ്ലീറ്റ് ആയി എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. സിമിലർ NCERT എന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ ചോദ്യങ്ങളും പഠിക്കണമെന്നോ എല്ലാ ചോദ്യങ്ങളും പരീക്ഷയിൽ കാണാറുണ്ടോ എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഈ ചാപ്റ്റേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് കൃത്യമായി നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും മികച്ച മാർക്ക് നേടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തു എന്ന് വിചാരിക്കുക, എനിക്ക് ഓണപ്പരീക്ഷയിൽ ബെസ്റ്റ് മാർക്ക് നേടാൻ പറ്റും. അപ്പോഴും ഒരു കാര്യം അവിടെ ഗ്യാപ്പ് ഉണ്ട്. ആ കാര്യം എന്ന് പറഞ്ഞാൽ റിവിഷനാണ്. നമ്മൾ എത്രത്തോളം പഠിക്കുന്നു എന്നതുപോലെ തന്നെയാണ് എത്രത്തോളം പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്യുന്നു എന്നതും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ ഞാനെല്ലാം പഠിച്ചു പക്ഷെ പരീക്ഷയ്ക്ക് എനിക്കൊന്നും എഴുതാൻ പറ്റിയില്ല. പല കുട്ടികളും പറയുന്ന പരാതിയാണ്, സാർ ഞാൻ കുത്തിയിരുന്ന് തലകീഴായി മറിഞ്ഞ് ഞാനിതൊക്കെ പഠിച്ചതാണ്, പക്ഷേ എക്സാമിലെ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ എനിക്കൊന്നും ഡെറിവേഷൻസ് വരുന്നില്ല, പകുതി വെച്ച് അങ്ങ് നിന്ന് പോകുന്നു, പല കോൺസെപ്റ്റുകളും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, പരീക്ഷാ പേപ്പറിൽ എഴുതാൻ സാധിക്കുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. അതിൻ്റെ കാരണം അവർ പ്രോപ്പറായി റിവിഷൻ ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ്. നിങ്ങൾ പഠിക്കുന്നതിന് കൊടുക്കുന്ന പ്രാധാന്യവും അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഇമ്പോർട്ടൻസ് നിങ്ങൾ റിവിഷൻ കൊടുക്കണം. എങ്കിൽ മാത്രമേ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഉത്തരക്കടലാസിൽ എഴുതാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. സോ ഓഗസ്റ്റ് 18 പരീക്ഷ തുടങ്ങുന്നതെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഓഗസ്റ്റ് 10 നിങ്ങൾ പഠിച്ചു തീർത്ത് ബാക്കിയുള്ള ദിവസം നിങ്ങൾ റിവിഷന് വേണ്ടി ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ കാര്യങ്ങൾ. ഇതൊന്നും നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, ഇതാണ് റിയാലിറ്റി. ഇത് മനസ്സിലാക്കുക. അടുത്തൊരു കാര്യം നിങ്ങളോട് ഏറ്റവും വാലിഡായ ഒരു കാര്യം ഷെയർ ചെയ്യാനുള്ളത് നമ്മുടെ അഗ്നി ബാച്ചിനെ പറ്റിയാണ്. സോ ഈ മൊമെൻറ്റിൽ എനിക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ട് വേണം. എനിക്ക് സ്വന്തമായി പഠിച്ചാൽ ഇതൊന്നും കൂട്ടിയാൽ കൂടില്ല. ഞാൻ സ്വന്തമായി ആത്മാർത്ഥമായി പഠിക്കുകയാണെങ്കിൽ പോലും എനിക്ക് ഈ പറയുന്ന NCERT ക്വസ്റ്റ്യൻസോ 7 ഇയേഴ്സിൻ്റെ PYQസോ കംപ്ലീറ്റ് കോൺസെപ്റ്റോ ഒന്നും എന്നെക്കൊണ്ട് ഈ മൊമെൻറ്റിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ എന്നെക്കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് അവർ ഓപ്ഷനാണ് സൈലത്തിൻ്റെ +2 അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. 2.0 ബാച്ചിലോട്ട് ഇപ്പോഴും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. താഴെ കാണുന്ന നമ്പറിൻ്റെ അകത്ത് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഏറ്റവും അഫോർഡബിൾ ആയ പ്രൈസിലാണ് 1 ഇയർ ആയിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകും. ജസ്റ്റ് 4,999, റൈറ്റ്. ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇൻസ്റ്റാലേൺ, മൈൻഡ് മാപ്പ്, ടോപ്പർ സീരീസ് തുടങ്ങിയ അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. റെഗുലർ എക്സാം സീരീസുകൾ ഉണ്ടായിരിക്കും. ഇതെല്ലാമാണ് അഗ്നി ബാച്ചിനകത്ത് നിങ്ങളെ കാത്തിരിപ്പുള്ളത്. ഒട്ടും ലേറ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴും സാറേ ഞങ്ങൾ കുറച്ച് പുറകിലല്ലേ എന്നൊക്കെ ആലോചിക്കുന്ന കുട്ടികൾ, ഇനിയും വൈകിയാലാണ് നിങ്ങൾ കൂടുതൽ പുറകിലോട്ട് പോവുക. സോ ഈ മൊമെൻറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഓണപ്പരീക്ഷയിൽ ബെറ്റർ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. സോ മക്കളെ, ഓൾ ദ ബെസ്റ്റ്. ഗംഭീരമായിട്ട് പഠിക്കുക. സൈലം കൂടെയുണ്ട്, ഞങ്ങളും കൂടെയുണ്ട്. ഉഷാറാക്കാം. നമുക്ക് കാണാം.